അപ്പോൾ ചിക്കൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അത് അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, കറിവേപ്പില, പെരിഞ്ചീരകം അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായി വഴച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് അത് അത്രയും ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി അത്രയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കളറൊക്കെ ആവാമെന്ന് വിചാരിച്ച് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ വന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ വന്നപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ കഴുകിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും, ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചതും കൂടിയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത് കുക്കറിലിട്ട് ഒരു വിസിലങ്ങ് അടിച്ച് വേവിച്ചെടുത്തു. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നു. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നമ്മൾ ഈ ചിക്കൻ വേവിച്ചത് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായി അങ്ങ് മസാല പിടിക്കാനായിട്ട് നന്നായി അങ്ങ് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതാ ചിക്കൻ കറി റെഡി ആയിട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.